കാരണം ഇവിടേക്ക് കന്യാസ്ത്രീകളെ തളച്ചിടാൻ പറ്റില്ല. കാരണം അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി കുഷ്ഠരോഗികളും പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്നതാ. ഒരു കള്ളക്കേസിന്റെ പേരിൽ ഇവിടെ പൂട്ടിയിടുന്നത് ശരിയല്ല. ഈ എല്ലാ കേസുകളും റദ്ദാക്കണം. കാരണം ഇത് കള്ളക്കേസാണ്. ഇനി എങ്ങോട്ടാണ് അവര് സഭയുടെ തൽക്കാലം അവിടെ കോൺവെന്റിൽ പോയിട്ട് അവിടെ സിസ്റ്റേഴ്സുമായിട്ട് ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? അല്ല, ഇതിനകത്ത് ബ്രദർ പറഞ്ഞ കൂടെ തന്നെയാണ്. കാരണം ഇപ്പൊ ബെയില് കിട്ടി, ഞങ്ങൾക്ക് സന്തോഷം, കോടതി നീതി കാണിച്ചു. അല്ല വേറെ ഇടപെടുന്നത് അതൊക്കെ വെറുതെ വ്യാഖ്യാനങ്ങളാണ്. പക്ഷെ ഇവരെ കള്ളക്കേസ് ബ്രദർ പറഞ്ഞില്ലേ, കള്ളക്കേസാണ് എടുത്തത്. കേസ് റദ്ദ് ചെയ്യണം. കേസ് റദ്ദ് ഹൈക്കോടതി പോയാൽ ഉറപ്പായിട്ട് കോഷൻ ചെയ്യാം. ഈ കേസ് നടത്തിയാൽ പോലും ഇത് കേസ് വളരെ അവരെ വെറുതെ വിടും, യാതൊരു അംശം. പക്ഷേ സർക്കാർ ഈ കേസ് അന്വേഷിച്ചിട്ട് ഈ വകുപ്പുകൾ മാറ്റി കേസ് റദ്ദ് ചെയ്യാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാവണം. എന്നാലാണ് അതൊരു ഫുൾ സാറ്റിസ്ഫൈഡ് കിട്ടുള്ളൂ. അപ്പൊ അതുവരെ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികളൊക്കെ പൊളിറ്റിക്കലായിട്ടും എല്ലാ രീതിയിലും ഞങ്ങൾ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അവർ കള്ളക്കേസാണ്, അവർ മതപ്രവർത്തനം പോയിട്ടില്ല, അവർ മനുഷ്യക്കടത്തിന് പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഇതാണ് പറയാനുള്ളത്. എന്തായാലും പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് അവർക്ക് വേണ്ടി അണിനിരുന്ന കേരളത്തിലെ ജനതയടക്കം വ്യക്തമാക്കുന്നത്. പ്രീതി സിസ്റ്ററുടെ സഹോദരന്റെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു.